ഞാൻ ഓഗസ്റ്റ് 13 വിസയ്ക്ക് ഞാനും എൻ്റെ അമ്മയും പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നെച്ചു നീ അത്, എൻ്റെ വീട്ടിൽ നെച്ചു എന്നാണ് വിളിക്കണേ, അപ്പോൾ നെച്ചു നീ അതൊന്ന് വായിച്ച് നോക്കിയല്ലോയും, അവരിനി വിസയ്ക്ക് വില എല്ലോയും എന്ന് വില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിരുന്ന് എല്ലോയും വായിക്കുമ്പോൾ അതിൽ എൻ്റെ പാസ്പോർട്ട് നമ്പർ അല്ല, വേറെ ആരുടെയോ പാസ്പോർട്ട് നമ്പർ. എൻ്റെ പാസ്പോർട്ട് നമ്പർ വൈ വെച്ചിട്ട് തുടങ്ങുന്നത്, അതിൽ എൻ വെച്ചിട്ട് തുടങ്ങുന്നത് എന്തോ, പിന്നെ നമ്പറൊക്കെ വേറെ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് സ്റ്റക്കായി, കാരണം എൻ്റെ അരമണിക്കൂറുള്ളിന് വിസയ്ക്ക് പോകാൻ. ഞാൻ വേഗം ഏജൻസിയിൽ വിളിച്ചു, അവരാരും ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചു, എന്നിട്ട് അവരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരോട് നെസി വേഗം വാ, നമ്മൾ വേറെ ഫയൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, ദൈവാനുഗ്രഹം കൊണ്ടിട്ടാണ് കേട്ടോ നെസിയ ഈ വിസയുടെ ഇത് കണ്ടത്, ഈ പാസ്പോർട്ട് നമ്പർ കണ്ടത്, അല്ലെങ്കിൽ നെസിയൊക്കെ കാരണം പോലും അറിയാണ്ട് റിജക്ഷൻ വരുന്നു. ഓൾറെഡി അവർ എനിക്ക് റിജക്ഷൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഡിഗ്രിയുടെ മെയിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു റിജക്ഷൻ പറഞ്ഞേക്കണായിരുന്നു ഏജൻസി. അതിൻ്റെ ഇടയിലാണ് ഈ പാസ്പോർട്ട് നമ്പർ വേറെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നെസിക്ക് ഇത് റിജക്ഷൻ വരേണ്ടതായിരുന്നു, ഈ പാസ്പോർട്ട് നമ്പർ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നെസിയെ കണ്ടത് നന്നായി, അല്ലെങ്കിൽ റിജക്ഷൻ വരേണ്ടായിരുന്നു. റിജക്ഷൻ വരുമ്പോൾ കാരണമൊന്നും അറിയില്ല, നമ്മൾ വിചാരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ആയി, അങ്ങനെ വിചാരിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി